ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഈ പ്രഭാതത്തിലെ നമ്മുടെ വായന ഭാഗം രൂത്തിൻ്റെ പുസ്തകം 1 മുതൽ 4 വരെയുള്ള അധ്യായങ്ങളാകുന്നു. ഇന്നത്തെ കുറിവാക്യം ന്യായാധിപന്മാർ 4 അധ്യായം 4 വാക്യം. ദെബോറ എന്ന പ്രവാചകി ഇസ്രായേലിൽ ന്യായപാലനം ചെയ്തു. ലപ്പീദോത്തിൻ്റെ ഭാര്യയായിരുന്ന പ്രവാചകിയായിരുന്നു ദെബോറ. ഈ പേരിൻ്റെ അർത്ഥം തേനീച്ച എന്നതാണ്. എഫ്രൈം മലനാട്ടിൽ രാമയ്ക്കും ബേഥേലിനും മധ്യേ ഈന്തപ്പനയുടെ കീഴിലായിരുന്നു ദെബോറയുടെ ആസ്ഥാനം. അവിടെ ഇരുന്നാണ് ഇസ്രായേല്യരുടെ നീതിന്യായ പ്രശ്നങ്ങളുടെ പരിഹാരത്തിനായി ദെബോറ പ്രവർത്തിച്ചത്. ഇസ്സാഖാർ ഗോത്രക്കാരി ആയിരുന്നുവെന്ന് ന്യായാധിപന്മാർ 5 അധ്യായം 15 വാക്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ദെബോറയെ ഇസ്രായേലിൻ്റെ മാതാവ് എന്ന സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുന്നതായിട്ടും നമുക്ക് കാണാം. ഇങ്ങനെ നേതൃനിരയിലേക്ക് എത്തപ്പെട്ട ദെബോറയുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് ഭരണസാമർഥ്യം കൈവരിച്ച സ്ത്രീയായിരുന്നു ദെബോറ. പുരുഷ മേധാവിത്വം കൊടികുത്തി വാണ സമൂഹത്തിൽ ഭരണസാമർഥ്യം കൈവരിക്കുവാൻ ദെബോറയ്ക്ക് സാധിച്ചു. അസാമാന്യമായ ധീരതയും വിവേകവും ഉള്ള സ്ത്രീയായിരുന്നു ദെബോറ. വേദപുസ്തകത്തിൽ സാമൂഹിക രംഗത്ത് നേതൃത്വം വഹിച്ച 2ാമത്തെ സ്ത്രീയായിരുന്നു ദെബോറ. 1ാമത്തേത് മിരിയാം ആയിരുന്നു. രാജവംശത്തിൽപ്പെട്ടവളോ ഉന്നത കുലജാതയോ ഒന്നും അല്ലാത്ത ഒരു സാധാരണക്കാരി സ്ത്രീയായിരുന്നു ദെബോറ. തൻ്റെ കുടുംബത്തോടൊപ്പം സാമൂഹിക രംഗത്തും പ്രവർത്തിക്കുവാൻ അവൾ ചങ്കൂറ്റം കാണിച്ചു. തൻ്റെ സ്വജാതിക്കാർക്ക് നേരിടുന്ന പീഡയെക്കുറിച്ചുള്ള മനോഭാരം അവൾക്കുണ്ടായി. അതിനാൽ അവൾ ദൈവത്തിൻ്റെ ആലോചന പ്രകാരം നേതൃത്വം ഏറ്റെടുക്കുവാൻ തയ്യാറാകുന്നു. യഹൂദ പശ്ചാത്തലത്തിൽ സ്ത്രീകൾക്ക് കാര്യമായ സ്ഥാനമൊന്നും ഇല്ലാതിരിക്കെ വ്യത്യസ്തമായ നിലപാടുകൾ അവൾ സ്വീകരിക്കുന്നു. ദെബോറയെ ദൈവം തിരഞ്ഞെടുത്തതാണ്. അങ്ങനെ അവളൊരു ന്യായാധിപതിയും പ്രവാചകിയും പടയാളിയുമായി വിശ്വസ്തയോടെ സേവനം ചെയ്തു. പ്രിയമുള്ളവരെ, ദൈവദൃഷ്ടിയിൽ സ്ത്രീക്കും പുരുഷനും ഒരുപോലെയാണ് സ്ഥാനം. അത് നമുക്ക് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 3 അധ്യായം 28 വാക്യത്തിൽ നിന്നും മനസ്സിലാക്കുവാനായിട്ട് കഴിയും. രണ്ടാമതായിട്ട് ഉത്തരവാദിത്വങ്ങൾ പങ്കുവയ്ക്കപ്പെടുന്നു. ഇന്നത്തെ നേതാക്കന്മാർക്ക് ബദൽ മാതൃകയാണ് ദെബോറ. ഒറ്റയ്ക്ക് ചെയ്ത് വിജയശ്രീലാളിതയാകുവാൻ താല്പര്യപ്പെടുന്നില്ല. തൻ്റെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരത്തിനായി ബാരാക്ക് എന്ന വ്യക്തിയെയും കൂടെ കൂട്ടുന്നു. തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്ക് ദെബോറയാണ് ബാരാക്കിനെ സജ്ജനാക്കുന്നത്. എന്നാൽ വിജയം വരിച്ചു കഴിഞ്ഞപ്പോൾ ബാരാക്കിനെ മറന്നുകളയുകയോ ഒഴിവാക്കുകയോ ചെയ്യുന്നില്ല. ദെബോറ ബാരാക്കും ഒന്നിച്ചാണ് വിമോചന ഗാഥ അഥവാ സ്തോത്രഗീതം ആലപിക്കുന്നത്. പ്രിയമുള്ളവരെ, ദൈവത്തോട് ചേർന്ന് സ്വന്തം കഴിവുകൾ പ്രകടിപ്പിക്കുവാനും മറ്റുള്ളവരുമായി ഒന്നിച്ചു ചേർന്ന് ശുശ്രൂഷകൾ നിവർത്തിക്കുവാനും ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഭവനത്തിലെയും തൊഴിലിടങ്ങളിലെയും ശുശ്രൂഷകൾ നിറപടിയായി ചെയ്യുവാനും പ്രവർത്തനങ്ങൾക്കായി മറ്റുള്ളവരെയും സജ്ജരാക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.